Then we will come 6 o'clock. Okay. അങ്ങനെ തറാവിയും കഴിഞ്ഞിട്ട് കൊച്ചി ഗ്രാൻഡ് ആയത്തിൽ റമദാൻ ബഫറ്റ് പ്രീ ബുക്ക് ചെയ്തിരുന്ന വണ്ടി എടുത്ത് നമ്മ നേരെ കൊച്ചിക്ക് വിട്ടു. പോകുന്ന വഴിയിൽ ചെറുപത്തീർന്ന ഒരു ഗ്ലാസ് ചായം കുടിച്ച് നോമ്പിന് രാത്രി തുടങ്ങി അത്ര കയറി പുറത്താങ്കി സ്ട്രീറ്റ് ഫുഡിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് വൈബ് എടുക്കാൻ വേണ്ടി കയറി. അവിടെ ഒന്ന് കുടിച്ചിട്ട് വന്നിട്ടൊന്നുമില്ല. അങ്ങനെ പോയിട്ട് പകുതിക്ക് എത്തുമ്പോൾ ചെച്ചുക്കും താജുവിന് ഇച്ചി മുള്ളാൻ പിടിച്ചു. അങ്ങനെ കാണുന്ന ഒരു പെട്രോൾ പമ്പിൽ സൈഡാക്കി കൊടുത്തു. അങ്ങനെ ഇച്ചി മുള്ളിട്ടാകുമ്പോൾ ചെക്കന്മാർ ഉസാറായി. അങ്ങനെ സാപ്പിന്റെ ഡ്രൈവിംഗിൽ കൊയിലാണ്ടി എത്തിയത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ അത്തായം വീക്കണല്ല ഞമ്മല്ലാം നോമ്പ് നോക്കുന്ന ആളിപ്പാ മാത്രം നീത്ത് വെക്കാൻ മറന്നു. അങ്ങനെ നല്ല ചായയും 2 പത്തിരിയും കോയിന്റെ ചാറും അടിച്ച് അടിപൊളി ഫുഡ് അൽഹംദുലില്ലാ ഖൈർ. ഈ സാറ്റിസ്ഫൈഡ് ആയ ഫുഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ. ചെക്കന് കാറിൽ കയറിട്ട് മുന്നേ ബോൾട്ടായി. അങ്ങനെ അത്താൻ ബീച്ചിൽ ഇനി സുബീസ്കരിക്കണം. അങ്ങനെ താനൂർ എത്തുമ്പോൾ ഒരു പള്ളിക്ക് കയറി സുബീസ്കരിച്ചിട്ട് അവൻ ഈ ഒരു ബോർഡ് കാണുന്നത് ഇത് ചെച്ചൊരു പകം നോക്കുന്നുണ്ട്. വർക്ക് വന്നിട്ടും കഴിയുന്നില്ല എന്താക്കുന്നത്. അങ്ങനെ പള്ളിയിൽ ഉറങ്ങാൻ നിൽക്കാത്തതുകൊണ്ട് കൊച്ചിക്ക് കാലത്തെത്തി. അങ്ങനെ കെട്ടുമുട്ടലെടുത്തിട്ട് പുറത്ത് അങ്ങനെ നമ്മളെ ചങ്ങാന്റെ ഫ്ലാറ്റിലേക്ക് നടന്നു. യോന് പെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ദുബൈയിൽ വന്നത്. ഉള്ളിലാകുള്ളത് ഒരു പാന്റ് ഒരു ഷർട്ട് രൂപ. അങ്ങനെ റൂമിലേക്ക് എത്താൻ കാത്തത് താജും ചെച്ചും പൂണ്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും കുറച്ച് റെസ്റ്റ് എടുത്ത് കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സിലിട്ട് ചിന്തിക്കാൻ തുടങ്ങി. 6:40 എന്താക്കും. 6 മണിക്കാണ് അയാത്തിനുള്ളിലേക്ക് എൻട്രി ഉള്ളത്. പുറത്താണെങ്കിൽ നല്ല കിതമത്തിൽ കറാബിന്റെ ബെയിലും. അങ്ങനെ ഞമ്മ നേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലുലുവിലേക്ക് പോയി. ഇവിടെ നോക്കുമ്പോൾ പുതിയ ക്രേറ്റ ഈവിന്റെ ലോഞ്ച് സെഷൻ നടക്കുന്നുണ്ട്. ഞാൻ നോമ്പായിട്ട് കുറെ നോക്കി മാളിലേക്ക് എത്തിയ താഴത്തിന്റെ ആറ്റിറ്റ്യൂഡ് തുടങ്ങി. സാപ്പിയും ചേച്ചിയും ഫുള്ള് പർച്ചേസ് മോഡ് തുടങ്ങി. യോന് കോഴിക്കോട് അലുവ കൊച്ചിയിൽ വന്നിട്ട് മേങ്ങുന്നുണ്ട്. അപ്പൊ എന്ത് പിരാന്ത് ഇങ്ങനത്തെ എല്ലാ ആൾക്കാരും ഒക്കെ ഉള്ളത് നോക്കുമ്പോൾ അവിടെ അന്തം വിട്ട് നിൽക്കുന്ന 6 അണ്ണനെ കണ്ടു. ആ മോനെ അണ്ണന്റെ ഒരു സെൽഫി എടുത്തിട്ട് അണ്ണന് സന്തോഷമായി. അപ്പൊ ബാക്കി നാളെ